നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. നമ്മൾ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ബേസിക് ക്ലാസ്സുകൾ. ഇന്ന് ഇത് 4ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് പറയുന്നത് വളങ്ങൾ വാങ്ങി വെക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ ഇനി നമ്മൾ തൈ നടുന്നത് 11ാം തീയതി എന്ന് പറഞ്ഞു. 11ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എന്നും നടാം. ഇന്നലെ നട്ടവരും മിനിഞ്ഞാന്ന് നട്ടവരും ഇന്ന് നടുന്നവരും നാളെ നടുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. ആര് ഏത് ഡേറ്റിന് നട്ടാലും കുഴപ്പമില്ല. 11ാം തീയതി ഒരു 15ൻ്റെ ഉള്ളിൽ ഇത് ഇല്ലെങ്കിൽ പിന്നെ വൈകും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിവളം കൊടുക്കുന്നതിനെ കുറിച്ച്, അടിവളം നിങ്ങൾക്ക് എന്ത് ജൈവവളം കിട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. കിട്ടുന്നത് ഇത്ര അധികം കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ജൈവവളം തുടക്കത്തിൽ ബേസ് ആയിട്ട് കൊണ്ടിടണ്ട. കിട്ടുന്ന ജൈവവളം എന്താണോ, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ട്രൈക്കോഡർമ ചേർത്ത് ഇതൊക്കെ എടുത്തിട്ട് ലൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ വരമ്പാണെങ്കിൽ വെതറി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 40 സെന്റിമീറ്റർ അകലത്തിൽ കുഴി കുത്തുകയാണെങ്കിൽ ആ കുഴി കുത്തിയിട്ട് ആ കുഴീൻ്റെ ഉള്ളിൽ കുറച്ച് വളങ്ങൾ നിക്ഷേപിച്ചിട്ട് കുറച്ച് ഒരു പിടി വളങ്ങൾ, ഒരു സ്പൂണോ 2 സ്പൂണോ വളങ്ങൾ നിക്ഷേപിച്ച് ലേശം മണ്ണിട്ട് അതിൽ തൈ വെക്കാം. ഇങ്ങനെ എന്തായാലും ഒരു ബേസ് വളരെ കുറച്ച് വളമിട്ടിട്ട് നിങ്ങൾ തൈ വെച്ചോളൂ. ഈ തൈ വെച്ച് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പരിപാടി ചെയ്യുക. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തൈ നട്ട് 3ാം ദിവസം മുതൽ കടലപ്പിണ്ണാക്കിന്റെ വെള്ളം പുളിപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങളിപ്പോൾ ഇന്നാണ് കടലപ്പിണ്ണാക്കിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത്, ഇന്ന് പുളിപ്പിച്ചോളൂ. പെട്ടെന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാളെയോ മറ്റന്നാളോ തൊട്ടിട്ട് ഡയലൂട്ട് ചെയ്ത് അതിൽ പറയുന്ന പോലെ തളിച്ചു കൊടുക്കുക. അങ്ങനെ ഇടവിട്ടിടയിട്ട് പറ്റുമെങ്കിൽ ഡെയിലി മഴയെ പ്രശ്നമാക്കട്ടെ അങ്ങനെ തളിച്ചു കൊടുക്കുക. അത് ഓക്കെ. ആ 10 ദിവസം വരെ കടലപ്പിണ്ണാക്കിന്റെ വെള്ളം ഇടവിട്ട ദിവസങ്ങൾ തളിച്ചു കൊടുക്കുക. അത് ഓക്കെ. ഇനി നിങ്ങൾ വാങ്ങി വെക്കേണ്ട വളങ്ങൾ, നിങ്ങൾ എന്തൊക്കെ വളങ്ങൾ വാങ്ങി വീട്ടിൽ വെക്കണം എന്നുള്ള ജൈവ കൃഷിയായിട്ട്, ഫുള്ള് ജൈവ കൃഷിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് കടലപ്പിണ്ണാക്ക് കുറച്ച് അധികം വാങ്ങി വെക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലുപൊടി നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതാണ്. ഒരു ചെടിക്ക് ഒരു സ്പൂണ് ഉള്ള അളവിൽ കണക്കിൽ ഇപ്പോൾ 1 കിലോ വാങ്ങിയാൽ ഒരു 10-40 ചെടികൾക്ക് ഇടാനുള്ളത് ഉണ്ടാവും. 10-40-50 ചെടികൾക്ക് ഇടാനുള്ള 1 കിലോ വാങ്ങിയാൽ തന്നെ അത്ര ഉണ്ടാവും. 1 കിലോ ഒരു 50 ചെടികൾക്ക് കൂട്ടുക. ഇനി വേണ്ട നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് 100 ചെടികൾക്ക് കുറച്ച് വെതറി കൊടുത്താലും മതി. അപ്പോൾ കടലപ്പിണ്ണാക്ക് കുറച്ച് വാങ്ങി വെക്കുക. ആവശ്യത്തിന് നിങ്ങൾ വാങ്ങുക. ഒരു 2 കിലോ 3 കിലോ വാങ്ങിയിട്ട് ഒരു 10-500 ചെടികളുള്ള ആളുകൾക്കൊക്കെ 2 കിലോ ഒക്കെ മതി. 2-3 കിലോൻ്റെ ഉള്ളിൽ വാങ്ങി വെക്കുക. എല്ലുപൊടി ആണെങ്കിൽ 2-3 കിലോ അത് വാങ്ങി വെക്കുക. ഇനി ആയിരക്കണക്കിന് ചെടി വെക്കുന്ന ആളുകൾ അതിന്റെ തോതിനനുസരിച്ച് കൂട്ടുക. ഞാൻ ഈ പറയുന്നത് ജൈവ കൃഷി മാത്രം ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ട വളം പിന്നെ കടലപ്പിണ്ണാക്ക് വേണം, എല്ലുപൊടി വേണം, പിന്നെ വേപ്പ് പിണ്ണാക്കും വളരെ തോതിൽ ഒരു കൈ കൊണ്ട് കുറച്ചിടുന്ന അളവിലുള്ള ഒരു 2 സ്പൂൺ കണക്കാക്കിയിട്ടുള്ള ഇടാൻ. ഇതേപോലെ തന്നെ ഒരു 1 കിലോ പിന്നെ വേപ്പ് പിണ്ണാക്ക് വാങ്ങിയ 50 ചെടികൾക്കൊക്കെ കൊടുക്കാവുന്ന തരത്തിലേക്ക് എടുക്കുക. അത്ര മതി. വളരെ കുറച്ച് വേപ്പ് പിണ്ണാക്ക് എടുക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിൽ തൈ നടുമ്പോൾ ഇടേണ്ട ഒരു സാധനമാണ് വാമ്. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള വാമ് 1 കിലോ പാക്കറ്റുകൾ കിട്ടും. അപ്ടെക്കിന്റെ വളങ്ങൾ, യൂണിവേഴ്സിറ്റിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഏതാ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ ആ വളങ്ങൾ വാങ്ങി വാമ് കയ്യിൽ വെക്കുക. അതേപോലെ ട്രൈക്കോഡർമ സുഡോമോണസ്, ട്രൈക്കോഡർമ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ആ ചാണകപ്പൊടിയാണ് വളമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ സുഡോമോണസ് മുക്കിയിട്ടാണ് തൈ വെക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സുഡോമോണസ് കലക്കിയിട്ട് ചെടികളുടെ മുകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നത് ഫംഗൽ ബാധ, മറ്റേ പൂപ്പൽ, മറ്റുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു പാക്കറ്റ് സുഡോമോണസ് വാങ്ങി വയ്ക്കുക, ഒരു പാക്കറ്റ് ട്രൈക്കോഡർമ വാങ്ങി വെക്കുക. ഇത്രയും സാധനങ്ങൾ ബേസിക് ആണ് വേണം. പിന്നെ ഇത് ജൈവ രീതിയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വളങ്ങൾ വേണം. ചാണകപ്പൊടി വാങ്ങി വെക്കുക. ചാണകപ്പൊടി വേണം. ചാണകപ്പൊടി ഇപ്പോൾ നനഞ്ഞതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ ഉണങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത്ര മേടിച്ചോളൂ. ഇതിനൊന്നും അമിതമായി കാശ് ചിലവാക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് ചെലവ് കൂടുതലായി, പൂവ് കുറഞ്ഞു എന്ന് പറയരുത്. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്തരം കൃഷിയിൽ ജൈവവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ജൈവവളത്തിന് കാശ് കൂടുതലാണ്. അപ്പോൾ കാശ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ജൈവവളം, ഈ ജൈവവളത്തിന്റെ പവർ കൂട്ടാനുള്ള ധാരാളം വഴികളുണ്ട്. അത് നിങ്ങളിപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് പൊളിപ്പിക്കുന്നതിന്റെ പോലെ തന്നെ പഞ്ചഗവ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, ജീവാമൃതം ഉണ്ടാക്കിയെടുക്കാം. ഈ പഞ്ചഗവ്യം ജീവാമൃതം ഉണ്ടാക്കിയും കടലപ്പിണ്ണാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഒക്കെ തന്നെ പച്ച ചാണകം വളരെ ഒരു ഗോട്ടി രൂപത്തിൽ, ചെറുനാരങ്ങ രൂപത്തിലെങ്കിലും പച്ച ചാണകം അതിൽ മിക്സ് ചെയ്താൽ അവിടെ ബാക്ടീരിയ കൾച്ചർ ഇത് കൂടി കിട്ടും. അപ്പൊ അത് ഉപയോഗിച്ച് അപ്പൊ അങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസർ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ജൈവ കൃഷിയിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. കോസ്റ്റ് കുറയും. ഈ വളങ്ങളെല്ലാം കൂടി ഒരു പാത്രത്തിലിടുക, എന്നിട്ട് അത് പുളിപ്പിക്കാൻ വെക്കുക. അതിന്ന് വെള്ളം മുക്കിയിട്ട് മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വാങ്ങേണ്ട വളങ്ങളെല്ലാം പറഞ്ഞു ചാണകപ്പൊടി അടക്കം എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇനി ആട്ടിൻകാഷ്ടം ഇതിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം.
പിന്നെ കോഴിക്കാഷ്ടമാണ് നിങ്ങൾ വളമായിട്ട് എടുക്കണമെങ്കിൽ നേരിട്ട് ചെടികൾക്ക് ഇട്ടാൽ ചെടി ചിലപ്പോൾ കരിഞ്ഞു പോകും, കേടുവന്നു പോകും, ചീഞ്ഞു പോകും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ 40 സെന്റിമീറ്റർ അകലല്ലേ, ആ 40 സെന്റിമീറ്ററിന്റെ ഇടയിൽ ചെറിയ പല ഭാഗത്തായിട്ട് പോക്കറ്റുകൾ ഉണ്ടാക്കുക, മണ്ണിൽ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് കോഴിക്കാഷ്ടം അവിടെ ചെടിയുടെ കടക്കിലല്ല, കുറേ ദൂരത്തുള്ള സ്ഥലങ്ങളിൽ ഇട്ടിട്ട് അവിടെ മണ്ണിട്ട് മൂടി കൊടുത്താൽ അത് അവിടുന്ന് പ്രോസസ്സായി കമ്പോസ്റ്റായി പിന്നെ അത് ഈ വേരൊക്കെ എത്തുമ്പോഴേക്കും വലിഞ്ഞു പോയിക്കോളും. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വളങ്ങളെല്ലാം നിങ്ങൾ മേടിച്ചു വെക്കുക, ജൈവ വളങ്ങൾ ഇതെല്ലാം മേടിച്ചു വെക്കുക. പിന്നെ ചെടികൾക്ക് ഏറ്റവും വേണ്ട ഒരു ജൈവ രീതിയിൽ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സീവീഡ് എക്സ്ട്രാക്ട് ജെൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫൾവിക് ആസിഡ്, ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് പല കമ്പനി കേട്ടോ, പ്രൈം ഗോൾഡ് എന്നുള്ളൊരു കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പല കമ്പനികളെയും വളം വിൽക്കണ കേട്ടോ, അതും മേടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പോയിട്ട് മേടിച്ച് വെക്കേണ്ട സാധനങ്ങൾ ഇതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം രാസവളങ്ങളാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. രാസവളങ്ങളുടെ കാര്യം പറയണേ, രാസവളങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ ചെയ്യുന്ന ഈ പ്രൊസീജിയറിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് യൂറിയയാണ്. ഒരു കിലോ യൂറിയ നിങ്ങളെ കയ്യിലുണ്ടായാൽ മതി. 1 കിലോ യൂറിയ വേണം. പിന്നെ ഇപ്പോൾ ഒരു 100 ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 100 ചെടികളുടെ കാര്യം പറയാം. 100 ചെടികൾക്കൊക്കെ ആണെങ്കിൽ 1 കിലോ DAP മതി, ധാരാളമാണ്. 100 ചെടികളുടെ കണക്ക് പറയാം, 1 കിലോ DAP മതി. പിന്നെ ഈ ഫാക്ടംബോസ് പോലത്തെ സാധനങ്ങൾ ഉള്ള ആളുകൾക്ക് അത് കൊടുക്കാം. ഇനി 18 അങ്ങനത്തെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് യൂറിയയും വേണം, DAP വേണം. പിന്നെ നമ്മളെ സാധാരണ പൊട്ടാഷ്, ഈ സാധാരണ പൊട്ടാഷ് 1 കിലോ മേടിച്ചു വയ്ക്കുക. ഇപ്പൊ ബേസിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് എത്ര എണ്ണത്തിന് കിട്ടും തോന്നിയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. കൂടുതൽ 100 ചെടികൾക്ക് 1 കിലോ എന്നുള്ള കണക്കിൽ എടുത്തോളൂ തൽക്കാലം അത്. അപ്പോൾ 1 കിലോ പൊട്ടാഷ്, സാധാരണ പൊട്ടാഷ് മേടിച്ച് വെക്കുക. ഇത് ബേസിക് ആയിട്ട്. പിന്നെ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കേണ്ട നമ്മളെല്ലാ വീഡിയോയിലും എപ്പോഴും മറ്റ് അടീനിയത്തിന്റെ വീഡിയോയിൽ പറയുന്ന ചെടികൾ വളരാനുള്ള NPKയും മൈക്രോ ന്യൂട്രിയൻസും കൂടിയ ഒരു സാധനമുണ്ട്, 30-10-10 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ കെയർ എന്നുള്ള കമ്പനിയുടെയാണ്. അത് മേടിച്ചു വെക്കുക. 30-10-10 അത് ഒരു ബോട്ടിൽ വെക്കുക. രണ്ടാമത്തെ ഒന്നുള്ളത് 13-27-27 എന്ന് പറഞ്ഞിട്ട് പൊട്ടാസ്യം കൂടിയ ഒരു വളം, പൂവിടാനുള്ള വളം. അപ്പൊ രണ്ടും ഓരോ ബോട്ടിൽ. ഇത്രയും സാധനങ്ങൾ മേടിച്ചു വെക്കുക കേട്ടോ. ഇത് മേടിച്ച് അവിടെ വെച്ചാൽ മതി. ഇനി 1-2 സാധനങ്ങൾ, ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ ആയി പോകണ്ട. നിങ്ങൾ ഈ ബേസ് ആയിട്ടുള്ള സാധനം, ഇപ്പൊ ജൈവ രീതിയിൽ ചെയ്യുന്ന ആളുകൾ ആ സാധനങ്ങൾ മേടിച്ചു വെക്കാം. ഇനി ജൈവ രീതി ചെയ്തിട്ട് പിന്നെ രാസരീതിയിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ വളങ്ങളൊക്കെ മേടിച്ചു വെക്കുക. ഇപ്പൊ ഇത്രയും സാധനം നിങ്ങൾ മേടിച്ചു വെക്കണതിന്റെ ഒപ്പം തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ രാസരീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാംഗോസെബ് M45 എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന സാഫ് ഉണ്ട്. ഇത് ഒരു പാക്കറ്റും മേടിച്ചു വയ്ക്കുക. ഇത്രയും സാധനങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ കൃഷിയിലേക്ക് വേണം. അപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചു വയ്ക്കുക. ഇതിന്റെ പുറമെ ഒരു സ്പ്രേ പമ്പ് വേണം. സ്പ്രേ പമ്പ് ചെറിയ 1 ലിറ്ററിന്റെ പമ്പിൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചടിക്കുന്നതുണ്ട്. പിന്നെ ഒരു വടി പോലെ നീണ്ടിട്ട് ഒരു സ്പ്രെയർ പമ്പ് ഉണ്ട്. ആ വലിയ വടി പോലെ നീണ്ടിട്ടുള്ളതാണ്. ഒരു 10-100 ചെടികൾക്കാണെങ്കിൽ ചെറിയ പമ്പ് മതി. 100-ൽ കൂടുതൽ ചെടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പൊ നീളം കൂടിയ സ്പ്രേ പമ്പ്, അത് ജൈവവളം സ്പ്രേ ചെയ്യാനും രാസവളം സ്പ്രേ ചെയ്യാനും മറ്റെന്തെങ്കിലും കീടനിയന്ത്രണ മാർഗങ്ങൾക്കും ഈ പമ്പ് ഉപയോഗിക്കാം. വളങ്ങളായി ഈ വളങ്ങൾ ഒക്കെ ഒന്ന് മേടിച്ചു വെക്കുക. ഇതൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മഴ തട്ടാതെ വെള്ളം തട്ടാതെയൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇത്തരം വളങ്ങൾ മേടിച്ചു വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഈ വളങ്ങളുടെ പ്രയോഗം തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അടിവളം എന്തെങ്കിലും കൊടുത്തിട്ട് ചെടി നടുക. ചെടി നട്ടതിന്റെ ശേഷം അതിങ്ങനെ വളർന്നോട്ടെ. കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതിന്റെ വെള്ളം ഇനി വരുന്ന 10 ദിവസങ്ങളിൽ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുക. ഇടവിട്ട ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾ ഇത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ വീഡിയോ കണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ അത് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അയച്ചു കൊടുക്കുക. താങ്ക്